ഇത് ഡേ 4. ഞങ്ങൾ സർവേ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന എൻജോയ്മെൻറ്റ് ബസ്സിൽ. ഞങ്ങൾ സർവേ എടുക്കാൻ പോയ സ്ഥലത്ത് കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് എടുത്ത് ഫോട്ടോസായി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 2ാമത്തെ ദിവസമാണ്. ഇവിടെ ഇപ്പോൾ വന്നിട്ട് എനിക്ക് ഒന്ന് 3ാമത്തെ 4ാമത്തെ ദിവസമാണ്. പക്ഷെ നമ്മൾ കറങ്ങാൻ ഇറങ്ങിയിരിക്കുന്ന 2ാമത്തെ ദിവസമാണ്. രാവിലെ ഞങ്ങൾ സർവേ എടുത്തു. ഇപ്പം ഇനി ഇവിടെ ഒരു എന്താ ഈക്കോഡെൻ, വാനിൽ ഈക്കോഡെൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ വന്നിരിക്കുക. നല്ല രസമുള്ള സ്ഥലമാണ്. നിറച്ചിങ്ങനെ ഫോറസ്റ്റ് പോലുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ നിൽക്കുക. ഇനി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഇവിടെ ഉണ്ട് കൂടുതൽ ആൾക്കാർ. അവർ ഫോട്ടോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഫുൾ എൻജോയ്മെൻറ്റ് മോഡിലാണ്. നല്ല രസമുള്ള സ്ഥലം, ലിറ്ററലി നല്ല രസമുണ്ട് ഗൈസ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലുള്ള കാഴ്ചയാണ്. ഇതിൻ്റെ കൂടുതൽ ആൾക്കാരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനീത ഹായിനും അറിഞ്ഞു. ഇത് ഞങ്ങൾ വന്ന അവിടുത്തെ എൻട്രൻസ്. ഇവിടെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള വേറെ കുറേ ആൾക്കാരിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. നല്ല രസമില്ല സ്ഥലം. ഒന്ന് മുകളിലോട്ട് നോക്കിക്ക്, എന്താ രസം, എന്തോ ഒരു ശാന്തതയാ. ഇതാണ്ട് അടുത്ത വ്ളോഗർ. നമ്മളിവിടെ ഇങ്ങനെ എല്ലാവരും വ്ളോഗ് ചെയ്ത് മല മറിക്കാൻ പോകുന്ന ഒരു ഫീലാണ്. ഇതാ അവരെല്ലാവരും ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. എന്താ ഈക്കോഡെൻ്റെ അകത്ത് തന്നെ കുറേ സ്ഥലമുണ്ട്. ലൈക്ക് ഓരോരോ സോൺസ് ആയിട്ട് വെച്ചിരിക്കുക. ബട്ടർഫ്ലൈ സോൺ, ഹെർബൽ സോൺ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് അടുത്ത സോണ്. എന്താ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ എന്തൊക്കെയോ ഓർ പറയുന്നുണ്ട്. എന്താ ഇതാണ് നമ്മളുടെ തൊട്ട് വടി. ഇതാ तेरे जैसे या मेरे जैसे मुरझा गया पूरा बेचारा. हाँ, हम लोग भी मुरझा जाते हैं ना कभी कभी. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം മിമോസ പുതിക്ക. ഈ തൊട്ട് 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 നോക്കാം ഒരു തൊട്ടാവാടി നിന്നെ, ആ പാട്ടില്ലേ, ആ തൊട്ടാവാടിയാണ് ഈ തൊട്ടാവാടി. ഓക്കെ, ഇന്നത്തെ എല്ലാത്തിനകത്ത് സയൻറ്റിഫിക് നെയിം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഇന്നത്തെ എല്ലാം ഗുജറാത്തിയിലാണെന്നേ. സയൻറ്റിഫിക് നെയിം മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിൽ. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് കാടിൽ വന്നൊരു ഫീലില്ല. ഇപ്പം ഞങ്ങളുള്ള സ്ഥലം വാസ്ദാൻ എന്ന് പറഞ്ഞ നവസാരി ഡിസ്ട്രിക്റ്റിൽ വന്ന വാസ്ദാൻ എന്ന സ്ഥലത്താണ്. ഇവിടെ തന്നെ ഒരു നാഷണൽ പാർക്കുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഈ പെങ്കൊച്ച് എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ തന്നെ ഒരു നാഷണൽ പാർക്കുണ്ട്. കണ്ടോ, അവർക്ക് ഇതിന്റെ ഭാഷ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക. So please, you know Hindi. Yeah. I speak. Okay, ഇവള് പറഞ്ഞതുകൊണ്ട് ഞാൻ ഹിന്ദിയിൽ സംസാരിക്കാൻ പോവാണ്. मच्छर बहुत काट रहा है इसे. और इधर पेड़ क्या बोलते हैं, फॉरेस्ट वाला जगह है ना, तो बहुत ज़्यादा मच्छर है. അവള് പോയതുകൊണ്ട് ഞാൻ തിരിച്ച് മലയാളം പറയാൻ തുടങ്ങി. പിന്നെ ഗൈസ്, ഇവിടുത്തെ വീട് കണ്ടോ, ലൈക്ക് അയ്യോ നല്ല രസമില്ലേ കാണാൻ. ഇതുപോലെ നമ്മുടെ നാട്ടിലത്തെ ആ ഫീൽ വരുന്നില്ലേ ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ കുറേ സോൺസ് ഉണ്ടെന്ന്. ഇതാ മെഡിക്കൽ പ്ലാന്റ് നഴ്സറി, അഡ്വെഞ്ചർ സോൺ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇപ്പം മെഡിക്കൽ അഡ്വെഞ്ചർ സോണിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം അഡ്വെഞ്ചർ സോൺ എന്ന് പറഞ്ഞാൽ വെച്ചാൽ വലിയ എന്തൊരു സംഭവമായിരിക്കുന്നത്. കാര്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല, ലൈക്ക് നോർമൽ സംഭവങ്ങളൊക്കെ തന്നെ. ഇതാണ് അഡ്വെഞ്ചർ സോൺ. എല്ലാവരും അഡ്വെഞ്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും ഇവിടെ ഇങ്ങനെ അഡ്വെഞ്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിവിടെ നിൽക്കുക കേട്ടോ. അയ്യോ, ഇവളെന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. ഇവളെന്താ ചെയ്തത്? എന്താ
എല്ലാരും ഇങ്ങനെ പേടിച്ചിരിക്കുക. ഇതെപ്പോഴാ ഇത് പോവാ, എന്താ നടക്കാന്ന് വിചാരിച്ച്. എന്താ അടുത്ത സെറ്റ് ആൾക്കാര് ഇവിടെ ഉണ്ടല്ലോ. ഇത് ആക്ച്വലി ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തിരിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൈൻഡ് ഓഫ് സിലിണ്ടർ സംഭവം വെച്ചിരിക്കുക. മറ്റേ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇത് ഫുൾ ഇങ്ങനെ സിലിണ്ടർ പോലുള്ള സാധനമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ടയർ വെച്ചിരിക്കുക. ഇത് രണ്ടാമത്തെ സൈഡ്. അത് കഴിഞ്ഞ് അടുത്തത് മൂന്നാമത്തെ സൈഡ്. ഇത് യാത്രി അവർ ഓക്കെ ആർ ക്യൂട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അവള് പതുക്കെ. ഇത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എടുത്ത കുറേ ഫോട്ടോസാണ്. അഡ്വെഞ്ചറിൻ്റെ അവിടെ ചെന്നപ്പോൾ ഗൈസ് ഞങ്ങൾ അഡ്വെഞ്ചർ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഇവരെല്ലാവരും ചെയ്തു. ഞാൻ വെറും പ്രഹസനമായിരുന്നു, വെറും ഷോ ഓഫ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എല്ലാവരും പോയി. എല്ലാവരും പോയിട്ടൊന്നുമില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഫോട്ടോഷൂട്ട് ആ മോഡിലാണ്. അപ്പം നാലാമത്തെ ദിവസത്തെ വിശേഷം ഇതൊക്കെ ഉള്ളൂ. ഇന്നലെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. രാവിലെ ഒരു വാക്കിന് പോയി, ചായ കുടിച്ചു, ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. പിന്നെ വൈകുന്നേരം ഒരു 3-4 മണിയായപ്പോഴത്തേക്ക് നമ്മളുടെ ദാവണി ഹാഫ് സാരി ഇട്ട് ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ഇത്ര ഉണ്ടായിരുന്നില്ല ഇന്നലത്തെ വിശേഷം. ഇന്നത്തെയും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞങ്ങൾ ഈക്കോ ഡന്നി വന്നു, കുറേ ഫോട്ടോസ് എടുത്തു, പിന്നെ അഡ്വെഞ്ചർ ചെയ്തു. ഇപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നല്ല രസമുള്ള സ്ഥലമാണ്. ലൈക്ക് ഫുൾ ഫോറസ്റ്റ് ആ ഒരു ഫീൽ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ കൊതുക് ഗൈസ്, നിങ്ങളിവിടെ ബൈ ചാൻസ് വരാണെങ്കിൽ ഒഡോമസ് തേച്ചിട്ടേ വരാൻ പാടുള്ളൂ. കൊതുക് കടിച്ച് ആകെ ഇതൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ 2 കൊതുക് ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കൊതുക് കടിച്ച് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല എന്താ പറയുക, പ്രകൃതി രമ്യമായ സ്ഥലമാണ്. മലയാളം പറയാൻ പെടുന്ന പാട്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം. അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ബൈ.